ആക്രോശ് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായ അഭിജിത് ദീപ്കെ തുടക്കം മുതൽ പറഞ്ഞതെന്താണ്? ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സമരം നടത്തുന്നത്, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് സമരം നടത്തുന്നത് എന്നൊക്കെയാണ് അവർ തുടക്കം മുതൽ തന്നെ പറഞ്ഞത്. ഈ ഡൽഹിയിലേക്കുള്ള സമരം നടന്നതിന് ശേഷമാണ് വിദ്യാർത്ഥികൾക്കടക്കം മനസ്സിലായത് അഭിജിത് ദീപ്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്. അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ പകുതി വെച്ച് തന്നെ കുറച്ച് വിദ്യാർത്ഥികൾ ഇവരുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ട് വിച്ഛേദിച്ച് ഇവർ തിരിച്ച് ഇവരുടെ വീടുകളിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അവസാനം ജാർഖണ്ഡിൽ അവിടുത്തെ സർക്കാരിന് നേരെ ഒരു സമരം നടത്താനായിട്ട് വിദ്യാർത്ഥികൾ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല, ടൈഫോയിഡ് ആണെന്നൊക്കെ പറഞ്ഞ അഭിജിത് ദീപ്കെ തൊട്ടടുത്ത ദിവസം ജനങ്ങളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും കാണുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്ന് കയ്യിൽ മദ്യവും ഒക്കെ വെച്ചുകൊണ്ട് ആടിപ്പാടി ഇവരൊക്കെ ഡാൻസ് നടത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നിലവിലിപ്പോൾ ഒരു TV ഷോയിൽ, ഒരു ചാനൽ ഷോയിൽ അഭിജിത് ദീപ്കയോട് ഒരു അവതാരിക ചോദിക്കുകയാണ്, ഇന്ത്യ കണ്ട മികച്ച മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ് എന്ന ചോദ്യത്തിന് അഭിജിത് ദീപ്കെ ആകെ പറഞ്ഞത് 3 മുഖ്യമന്ത്രിമാരുടെ പേരുകളാണ്. അതായത് ആ മുഖ്യമന്ത്രിമാരൊന്നും ഇപ്പോൾ ഭരിക്കുന്നില്ല, അതായത് മുൻ മുഖ്യമന്ത്രിമാരായ 3 പേരുടെ പേരുകളാണ് അഭിജിത് ദീപ്കെ പറഞ്ഞത്. അതിൽ ഒന്നാമത്തേത് സ്റ്റാലിന്റെ പേര്, രണ്ടാമത്തേത് പിണറായിയുടെ പേര്, മൂന്നാമത്തേത് അരവിന്ദ് കെജ്രിവാളിന്റെ പേര്. നമുക്കറിയാം ഈ 3 എണ്ണത്തിന്റെയും സ്വഭാവം എന്താണെന്ന്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്നു, അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്ന ഒരു വ്യക്തിയാണ്. പിണറായി വിജയൻ അഴിമതി ആരോപണമുണ്ട്, ഇപ്പോൾ EDയുടെ അന്വേഷണത്തിൽ റഡാറിലാണ് നിൽക്കുന്നത്. അങ്ങനെ സ്റ്റാലിൻ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണമുണ്ട്, ഹിന്ദുക്കളെ കണ്ടെടുത്താൽ കണ്ടുകൂടാ, വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ ഈ 3 മന്ത്രിമാർക്കും, അതായത് 3 മുഖ്യമന്ത്രിമാർക്കും നേരെ ഉയർന്നതാണ് എന്ന കാര്യം നമ്മൾ മറക്കാതെ പോരുത്. അപ്പോൾ ഇവരൊക്കെയാണ് ഈ അരവിന്ദ് കെജ്രിവാൾ, പിണറായി വിജയൻ, സ്റ്റാലിൻ, ഈ 3 മുൻ മുഖ്യമന്ത്രിമാരാണ് അഭിജിത് ദീപ്കയുടെ റോൾ മോഡൽ എന്നാണ് ദീപ്കെ ഇപ്പോൾ പറഞ്ഞത്. രാജ്യത്തെ മികച്ച മുഖ്യമന്ത്രിമാരാണെന്നാണ് ദീപ്കെ ഈ 3 എണ്ണത്തിനെ വിശേഷിപ്പിച്ചത്. തമിഴ്നാടിന്റെ സമ്പദ് വ്യവസ്ഥയിൽ MK സ്റ്റാലിൻ മികച്ച പ്രവർത്തനം നടത്തിയെന്നും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ പിണറായി വിജയന്റെ പ്രവർത്തനം ശ്രദ്ധേയമാണെന്നാണ് അഭിജിത് ദീപ്കെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ ജനങ്ങൾ അധികാരത്തിൽ നിന്നും പുറത്താക്കിയ നേതാക്കളെയാണ് CJP മികച്ച മുഖ്യമന്ത്രിയുമായി തിരഞ്ഞെടുക്കുന്നതെന്ന വിമർശനം കൂടി ഉയരുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അഭിജിത് ദീപ്കയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു അറിവ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സ്റ്റാലിനെയും അതോടൊപ്പം തന്നെ കെജ്രിവാളിനെയും പിണറായിയൊക്കെ അവരുടെ പ്രവർത്തനം മോശമായത് കൊണ്ടാണ് ജനങ്ങൾ അവർക്ക് 5 വർഷം കഴിഞ്ഞ തന്നെ അവരെ ഇനി ഭരിക്കണ്ട എന്ന രീതിയിലേക്ക് ഒരു MLA സ്ഥാനം മാത്രമായിട്ട് കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ഈ സർക്കാരെല്ലാം താഴെ വീണു എന്ന കാര്യം അഭിജിത് ദീപ്കെ ഇപ്പോഴും അറിയാത്തതാണോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അവരെയൊക്കെ സന്തോഷിപ്പിക്കാനായിട്ട് ഇങ്ങനെ പറയുന്നതാണോ എന്ന് അറിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, അഭിജിത് ദീപ്കയെ അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇന്ത്യ സഖ്യമാണ്. അതായത് 2029 നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ എന്തായാലും ഇന്ത്യ സഖ്യത്തിന് കഴിയില്ല. അതുകൊണ്ട് ഇനി അഭിജിത് ദീപ്കെ, അതായത് ജൻസികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്താനാണ് ഇന്ത്യ സഖ്യം ഒരു തീരുമാനമെടുത്തത്. അതാണെങ്കിൽ ഏറ്റവും വലിയ കോമഡിയാണ്, എട്ടും പൊട്ടും തിരിയാത്ത ഈ ജൻസി പിള്ളേരാണ് അമേരിക്കയിൽ പഠനം നടത്തുന്നു എന്നാണ് അഭിജിത് ദീപ്കെ പരാമർശിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പരിശോധന നടത്തിയപ്പോൾ, അതായത് ബോസ്റ്റൺ സർവകലാശാലയിൽ അഭിജിത് ദീപ്കെ എന്താണ് പഠിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ അഭിജിത് ദീപ്കെ 1ാമത്തെ സെമസ്റ്ററിൽ പോലും കൃത്യമായ ക്ലാസ്സിൽ പോലും കയറിയിട്ടില്ല. പബ്ലിക് റിലേഷനിലാണ് അഭിജിത് ദീപ്കെ അവിടെ ബിരുദാനന്ത ബിരുദം ചെയ്യുന്നത്, മാസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ അവിടെ 1ാമത്തെ സെമസ്റ്ററിൽ പോലും അഭിജിത് ദീപ്കയ്ക്ക് പരീക്ഷ എഴുതാനുള്ള അറ്റൻഡൻസ് പോലും ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കൂടാതെ ഇവർക്ക് നീറ്റിന്റെ ഫുൾ ഫോം പോലും അറിഞ്ഞുകൂടാ എന്നുള്ളതും UPSCയുടെ ഫുൾ ഫോം ചോദിച്ചപ്പോൾ പോലും നമ്മൾ കണ്ടതാണ്. അതൊന്നും തന്നെ ഇവർക്ക് അറിഞ്ഞൂടാത്തൊരു കാര്യമാണ്. ഇവരാണ് ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ടൊരു സമരമൊക്കെ മുന്നോട്ട് വരുന്നത് എന്ന് കേൾക്കുമ്പോൾ വലിയൊരു ചിരിയാണ് ഉണ്ടാവുന്നത്.